അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, ഇതിന് കാത്തിരിക്കുന്നവർ, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അടക്കമുള്ള എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നാമത് എനിക്കും രണ്ടാമത് നമുക്ക് എല്ലാവർക്കും ഇരുകൂട്ടർക്കും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോ ദിവസം പുതിയ പുതിയ അറിവുകളാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ 5 വഖ്ത് നമസ്കാരം നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. അല്ലാഹു കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരാകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ നമസ്കാരത്തിന് ശേഷം നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചൊല്ലൽ സുന്നത്തുള്ള, നമ്മൾ ചൊല്ലൽ ബാധ്യതയുള്ള, ചൊല്ലിയാൽ വളരെയേറെ പ്രതിഫലമുള്ള, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്ന ചില അദ്കാറുകളുണ്ട്. അത് പലപ്പോഴും നമുക്കറിയില്ല. നമ്മൾ ഇപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലിയാൽ എല്ലാം കഴിഞ്ഞു എന്നാണ്, എല്ലാം കിട്ടിയെന്നാണ്. അല്ല, നമ്മൾ പ്രത്യേകമായി മഹാരഥന്മാർ നമുക്ക് ജീവിതത്തിലേക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മഹത്വമുള്ളൊരു സമയമാണ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാന്റെ റസൂലെ, ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയം എപ്പോഴാണ്? നബി തങ്ങൾ പല സമയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു സമയമാണ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ആ സമയത്ത് നമ്മൾ പരിഗണിക്കണം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ മുൻഗാമികളായ മഹത്തുക്കൾ, മുത്തനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകൾ, അദ്കാറുകൾ, സുന്നത്തായ അദ്കാറുകൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പടിയിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നിസ്കാരം തന്നെ ഒരു കാട്ടിക്കൂട്ടലുകളായി മാറിപ്പോയി, അല്ലേ? നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ, അല്ലാഹു അക്ബർ എന്ന് പറയും, നമ്മൾ കൈകെട്ടിയാൽ നമുക്ക് ദുനിയവിയായ ചിന്തകളാണ്. നമ്മൾ ഇന്ന് നമസ്കരിച്ച നമസ്കാരത്തിന്റെ സൂറത്തുകൾ ഏതോതി എന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. അത്രമാത്രം എത്ര റക്അത്ത് നമസ്കരിച്ചു എന്ന് പലർക്കും പലപ്പോഴും അശ്രദ്ധമായി പോകാറുണ്ട്. കാരണം എന്തേ? ദുനിയവിയായ പറയുന്ന നാം ഓരോരുത്തർ അങ്ങനെയാണ്. നമ്മളെല്ലാവരും മുത്തഖീങ്ങളാണ്, മുഖ്ലിസീങ്ങളാണ്, ഈമാനുള്ളവരാണ്, ഈമാനും അധികരിച്ചവരാണ് എന്ന വാദം നമുക്കില്ല. നമ്മളൊക്കെ ഈമാൻ ബലഹീനമാണ്. നമ്മുടെയൊക്കെ ചിന്തകൾ പലതാണ്. ദുനിയവിയായ ചിന്തകൾ മാത്രം നമ്മുടെ ജീവിതം കൂപ്പുകുത്തിപ്പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള ഉമ്മമാർ, പഠിച്ചു വെച്ചോളിൽ, നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം എന്നുള്ളത് അസ്വലാത്തു മുനാജാത്തുലില്ല. നമസ്കാരം അത് അല്ലാഹുവുമായുള്ള അഭിമുഖ സംഭാഷണമാണ്. അടിമയായ നമ്മളും ഉടമയായ പടച്ചവനും മാത്രം കൽബ് നമ്മൾ അറിയുന്ന ഏറ്റവും വലിയ ഇബാദത്തിന്റെ ഏറ്റവും വലിയ ത്യാഗോജ്ജലമായ റബ്ബുമായിട്ടുള്ള കൽബും നമ്മളുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാർ ഒരു സങ്കടം വന്നാലും നൊമ്പരം വന്നാലും നിസ്കാരത്തെ അവർ ഏറ്റവും വലിയ അവലംബമാക്കിയിരുന്നത്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ വധിക്കാൻ, തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന കഴുമരത്തിന്റെ മുന്നിലും അവസാനം ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ നിസ്കാരാണ്. കാലിൽ തളച്ച അമ്പിനെ വലിച്ചൂരിയെടുക്കാൻ അവർ തെരഞ്ഞെടുത്ത നിസ്കാരാണ്. നിസ്കാരത്തിലൂടെ അവർ പലതും നേടിയിട്ടുണ്ട്. നിസ്കാരത്തിലൂടെ അവർ ദുനിയവിയായ ചിന്തകളെ പുറം കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉഹ്റവിയായ ചിന്ത നമുക്കില്ല. ദുനിയവിയായ കാട്ടിക്കൂട്ടലുകൾ ആകാൻ പാടില്ല നമ്മുടെ ഇബാദത്തുകൾ. അല്ലാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ നിസ്കാരത്തെ പറ്റിയല്ല നമ്മുടെ ചർച്ച. ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയാം. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയും. നമ്മൾ സലാം വീട്ടിയാൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള കാര്യം, ഒന്നാമത് നമ്മൾ ചെയ്യാനുള്ള കാര്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 വട്ടം നമ്മൾ പറയണം. 3 വട്ടം നമ്മളത് പറയുക. ഇസ്തിഗ്ഫാറാണ്. പാപമോചനം കിട്ടാൻ, റിസ്ക് വർദ്ധിക്കാൻ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാൻ, അല്ലാഹുവുമായിട്ടുള്ള അടുപ്പമുണ്ടാകാൻ, നമസ്കാരത്തിൽ വന്ന പാളിച്ചകൾ പരിഹരിക്കാൻ, ഇതൊക്കെ ഇസ്തിഗ്ഫാർ കാരണമാണെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക എല്ലാ നിസ്കാരങ്ങൾക്കും. ഈ 5 വഖ്ത് നിസ്കാര ശേഷം നമ്മൾ പറയണം. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, സുബഹിക്കും മഗ്രിബിന് ശേഷം, ഞാൻ അതൊന്ന് എടുത്തു പറയാൻ കാര്യം, ആ 2 നമസ്കാരങ്ങൾ ഒരു ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലും ഒരു ദിവസത്തിന്റെ ആ പകൽ അവസാനിക്കുന്ന സമയം നിസ്കാരമാണ്. അതിൽ ചില പ്രത്യേകതകളുണ്ട്. സുബഹിന്റെ നമസ്കാരത്തിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വിഭാഗമുണ്ട്, കയറിപ്പോകുന്ന ഒരു സമയമുണ്ട്. മഗ്രിബിന്റെ സമയത്തും ചില വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമുണ്ട്, കയറിപ്പോകുന്ന സമയമാണ്. അപ്പൊ രാവിന്റെയും പകലിന്റെയും ഇടയിലുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 നിസ്കാരം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ, സാധാരണ നമസ്കാരങ്ങളെ പോലെയല്ല, ചില ദിക്റുകൾ അധികമായി മുത്തുനബി തങ്ങളുടെ ഹദീസിന്റെ ആശയങ്ങളിലൂടെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ചെയ്യാനുള്ള
പാകത്തിലുള്ള കാര്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 വട്ടം പറഞ്ഞു. അത് കഴിഞ്ഞാൽ സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും നമ്മൾ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നോടി കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം നമ്മൾ പറയുക സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും. അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാനുള്ള അടുത്ത പ്രത്യേകം സുബഹിക്കും മഗ്രിബിനും ശേഷം നമ്മൾ പറയാനുള്ള പ്രത്യേക പദം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പടച്ചവൻ എനിക്ക് നീ നരകമോചനം തരണേ അല്ലാഹ്. ഹദീസിന്റെ ആശയത്തിൽ കാണാം, സുബഹി നമസ്കാരം കഴിഞ്ഞ ഒരു മനുഷ്യൻ 7 വട്ടം ഈ പദം പറഞ്ഞാൽ മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്, നരകം ഹറാമാകും. മഗ്രിബിന് ശേഷം ഒരു 7 വട്ടം പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരണപ്പെട്ടാൽ നരകമോചനമാണ് ഉറപ്പെന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇത് നമ്മൾ പറയുക. ഇത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ നമസ്കാരങ്ങളിലും മഗ്രിബും സുബഹിയും അടക്കം 5 വഖ്ത് നമസ്കാരങ്ങളിലും നമ്മൾ ചെയ്യാനുള്ള പ്രാർത്ഥന ഇതൊക്കെയാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, കുറഞ്ഞ സമയം നമുക്കുള്ളൂ. വലിച്ചു നീട്ടി നിങ്ങളെ സമയം ഞാൻ കളയുന്നില്ല. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞു. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ഇത് നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. പടച്ചവനെ, നിന്നിലാണ് സമാധാനം, നിന്നിലാണ് സുരക്ഷയല്ലാ, നീയാണ് അവലംബമല്ലാ, നിന്റെ അടുക്കലാണ് എല്ലാം അടങ്ങുന്നത് റബ്ബേ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണയല്ലാ. ഒരു വലിയ ചോദ്യമാണ്. ഇത് നമ്മൾ പറയുക. 1 വട്ടം പറഞ്ഞാൽ മതി, ഒറ്റ വട്ടം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുക അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. ഒന്നുകൂടി കേട്ടോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. പടച്ചവനെ, നീ തന്നതിനെ തടയാൻ ഒരു പടപ്പിനും കഴിയൂല. നീ തന്നതിനെ തടയാൻ ആർക്കും കഴിയൂല. നീ തരാത്തതിനെ തരാൻ ഒരു വാപ്പാക്കും കഴിയൂല, ഒരു ഉമ്മാക്കും കഴിയൂല, ഒരാൾക്കും കഴിയൂല. നീ തന്നതല്ലാത്തതൊന്നും ഒരാൾക്കും തരാൻ അർഹതയുമില്ല. പടച്ചവനെ, നീ വിധിച്ചതിനെ തടയാൻ ഒരാൾക്കും കഴിയൂല. നീ വിധിച്ചതിന് പകരം തരാനും ആർക്കും കഴിയില്ല. നിന്റെ അടുക്കലാണ് എല്ലാ സംരക്ഷണവും, നിന്റെ അടുക്കലാണ് എല്ലാ പ്രയോജനങ്ങളും. നീ ഞങ്ങൾക്ക് തരണയല്ല. നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നർത്ഥം വരുന്ന ഈ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ പറയുക. അത് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം 1 വട്ടം. ഇതൊക്കെ 1 വട്ടം. നമ്മൾ ആകെ ചൊല്ലാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബൈക്കും മഗ്രിബിനും 10 വട്ടം. അല്ലാഹുമ്മ അജിർനി മിനാർ 7 വട്ടം. ബാക്കി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അതൊക്കെ നമ്മൾ 3 വട്ടം പറഞ്ഞു. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം അത് 1 വട്ടം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത അതും 1 വട്ടം. എന്നിട്ട് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി നമ്മൾ 1 വട്ടം പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്ത് ശരീരത്തിലേക്ക് ഒന്ന് ഊതുക. മഹാരഥന്മാർ പറഞ്ഞു, 2 നമസ്കാരങ്ങൾക്കിടയിൽ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ആ നമസ്കാരങ്ങൾക്കിടയിൽ വന്ന ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നാണ്. ആ ചെറുപാപങ്ങളെ അള്ളാഹു പൊറുത്തു കളയുമെന്നാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ഈ പറഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം. അങ്ങനെ 99ആയി. 100 തികയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുക. അപ്പോൾ 100ആയി. അത് കഴിഞ്ഞാൽ അഫ്ളലു ദിക്റാണ്, ഈമാനെ പുതുക്കാൻ കഴിയുന്ന, തുരുമ്പ് പിടിച്ച ഈമാനിനെ വെളുപ്പിക്കാൻ കഴിയുന്ന അത്ഭുത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ അങ്ങനെ ചൊല്ലാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന ഹ നമ്മൾ ഉച്ചരിക്കണം. അത് പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകാറുണ്ട്. സ്വീകരിക്കാതിരിക്കാൻ അതൊക്കെ ഒരു കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10 തവണ അഫ്ളലു ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യണം. എന്താണ്? അല്ലാഹുമ്മ ആമീൻ ആമീൻ അൽഹംദു
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഹംദ് പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അറിയാത്ത ആരാ ഉള്ളെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇതറിയാത്ത ആരാ ഉള്ളെ? എന്നിട്ട് നമ്മൾ ദുആ മലയാളത്തിൽ ചെയ്താലും മതി. അതിനു മുമ്പ് ആ മലയാളം പറയുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന ഈ ഒരു പദം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. തട്ടൂല, തട്ടിക്കളയൂല, സ്വീകരിക്കാതിരിക്കൂല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമുൽ ഖിയാമ. ഒരൊറ്റ വാക്കേ ഉള്ളൂ. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമുൽ ഖിയാമ. പടച്ചവനെ നിന്റെ അടുക്കൽ നാളെ, പടച്ചവനെ നിന്റെ ഖിയാമത്ത് നാളിൽ നിന്റെ അടുക്കൽ ഒരു സാമീപ്യം തരണേ അല്ലാഹ്. ഈ ഒരു പദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ്. വിനയത്വത്തിന്റെ പദമാണ്. ഇത് നമ്മൾ ഒരു വട്ടം പറഞ്ഞിട്ട് മലയാളത്തിൽ ദ്വാരക്കുക. എന്നിട്ട് ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ 3 സ്വലാത്ത് ചൊല്ലി കൈയൊന്ന് മുത്തിയേക്ക്. അതിലൊക്കെ വലിയ ബറക്കത്തുണ്ട്. ഈ കാര്യങ്ങൾ ചൊല്ലി എല്ലാ നമസ്കാര ശേഷവും നമ്മൾ ഈ ഒരു ആദത്ത് കൊണ്ടുവന്നാൽ ഉറപ്പായും നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. നമുക്ക് നമസ്കാരത്തിന് മാധുര്യത ഉണ്ടാകും. അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയും. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ വലിയ ഭാഗ്യം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായി പറയാനുള്ളതാണ്. എന്നാലും ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരു മജ്ലിസിന് നേതൃത്വം നൽകുന്നുണ്ട്. ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസിന്റെ പേര്. എന്റെ പ്രിയമുള്ളവരെ, ഹദ്ദാദ് റാത്തീബും തിബ്ബു സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലി ബദരീങ്ങളെ തവസ്സുലാക്കുന്ന സദസ്സാണ്. ഒരുപാട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സദസ്സ്, മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ബദറിൻ തീരം എന്ന യൂട്യൂബ് നോക്കിയാൽ മതി. ഈ 2 ചാനലുകളാണ് നമുക്കുള്ളത്. രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദുആരക്കുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിച്ചുകൊണ്ടിരിക്കുക. മറുപടി അതിലൂടെ തന്നെ നൽകുന്നുണ്ട്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. നേരിട്ട് പറഞ്ഞവരുണ്ട്, കമന്റിലൂടെ അറിയിക്കുന്നവരുണ്ട്, ദുആവസിയത്ത് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആവസിയത്തോടെ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവരും കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.